ഏവർക്കും ദേവദാരുവിലേക്ക് സ്വാഗതം. ഞാൻ ഇന്ന് നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാൻ പോകുന്നത് നമുക്ക് നമ്മുടെ ജീവിതത്തിൻ്റെ അടിസ്ഥാനമായിട്ട് വേണ്ടത്, നമുക്ക് ജീവിക്കാൻ ഏറ്റവും ആവശ്യമായിട്ട് വേണ്ടത് സാമ്പത്തിക ഭദ്രതയാണ്, അതായത് പണമാണ്. അപ്പോൾ നമുക്ക് പണം ധാരാളം മാർഗത്തിലൂടെ നമ്മുടെ കയ്യിൽ എത്തിച്ചേരുമെങ്കിലും ചിലപ്പോൾ അത് ശരിയായി ഉപകരിക്കാതെ വരികയും വളരെയധികം ചിലവായി പോവുകയും ഒക്കെ ചെയ്യുന്ന ഒരു സാഹചര്യം നമ്മുടെ ജീവിതത്തിൽ വരും. കാരണം ധാരാളം പണം വരും എങ്കിലും അത് നമുക്ക് ഒരു കൃത്യമായിട്ട് നമുക്കത് ഒരു ഫലവത്തായിട്ട് ഉപയോഗിക്കാൻ പറ്റാത്ത അവസ്ഥ വരും. അത് നിന്ന് ഒരു പരിധി വരെ എങ്ങനെ നമുക്ക് അതിൻ്റെ ബുദ്ധിമുട്ടുകൾ തരണം ചെയ്യാമെന്ന് നോക്കാം. അതായത് നമ്മുടെ പേഴ്സിലൊക്കെ പണം നിറയും, പക്ഷേ നമുക്ക് ഇതിൻ്റെ വൈകിട്ട് നിലവിളക്ക് കത്തിക്കുമ്പോൾ നിലവിളക്ക് തെളിയിക്കുന്ന ആ സമയത്ത് നിലവിളക്ക് ഈ പറയുന്ന സ്ഥലത്ത് വെച്ചാൽ നമുക്ക് നമ്മുടെ സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ടുകളൊക്കെ ഒത്തിരി മാറി കിട്ടും. അതായത് വീടുകളിൽ രാവിലെയും വൈകിട്ടുമൊക്കെ നിലവിളക്ക് കൊളുത്തി പ്രാർത്ഥിക്കുന്ന നമ്മുടെ ഹൈന്ദവ വിശ്വാസികളാണ് നമ്മൾ കൂടുതലും അങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ വാസ്തുശാസ്ത്രപ്രകാരം വീട്ടിലെ വിളക്ക് കൊളുത്തുന്നത് വളരെ ശുഭകരമായ കാര്യമായിട്ടാണ് പറയുന്നത്. എന്നും വിളക്ക് കൊളുത്തുന്നത് സന്തോഷവും ഐശ്വര്യവും നൽകുന്ന ഒന്നാണ്. വിളക്ക് തെളിയിക്കുമ്പോൾ ശരീരവും മനസ്സും മാത്രമല്ല, നിലവിളക്ക് വയ്ക്കുന്ന സ്ഥലത്തിനും നിലവിളക്കിനും ഒക്കെ ശുദ്ധിയും വൃത്തിയും ഉണ്ടായിരിക്കണം. അപ്പോൾ വീട്ടിൽ സാമ്പത്തിക പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ ദിവസവും ഒരു പ്രത്യേക സ്ഥലത്ത് വിളക്ക് കത്തിക്കാനായിട്ടാണ് വാസ്തുശാസ്ത്രത്തിൽ പറയുന്നത്. അതായത് സമ്പത്ത് ലഭിക്കണമെങ്കിൽ എല്ലാ ദിവസവും വീടിൻ്റെ ഉമ്മറപ്പടി ശരിയായി വൃത്തിയാക്കി അവിടെ വേണം വിളക്ക് കത്തിക്കാനായിട്ടാണ് പറയുന്നത്. നിലവിളക്ക് കത്തിക്കുമ്പോൾ സമീപം ഒരു ഓട്ടുകിണ്ടിയിൽ ശുദ്ധജലവും പുഷ്പങ്ങളും ചന്ദനത്തിരിയും വയ്ക്കുന്നത് ഏറെ നല്ലതാണ്. ഓട്, വെള്ളി, പിത്തള, സ്വർണം എന്നിവ കൊണ്ട് നിർമ്മിച്ച നിലവിളക്കാണ് ഏറ്റവും ഉത്തമം. അതാണ് നിത്യേന തെളിയിക്കേണ്ടതും. മറ്റു ലോഹങ്ങൾ ഇതിനായിട്ട് ഉപയോഗിക്കേണ്ട ആവശ്യമില്ല. ഓടുകൊണ്ട് നിർമ്മിച്ച ഈ അലങ്കാരപ്പണികളൊന്നുമില്ലാത്ത ചെറു നിലവിളക്കുകളാണ് വീട്ടിൽ വൈകിട്ട് തെളിയിക്കാനായിട്ട് ഏറ്റവും ഉത്തമം. വിളക്ക് കൊളുത്താനായിട്ട് എണ്ണ, നെയ്യ്, തിരി, തീപ്പെട്ടി എന്നിവ ഉപയോഗിക്കാം. ഒരിക്കലും തീപ്പെട്ടി പൂജാമുറിയിൽ സൂക്ഷിക്കരുത്. അപ്പോൾ നമുക്ക് വാസ്തുശാസ്ത്രപ്രകാരം പറയുന്നത് നമുക്ക് നിത്യേന ഒരു പ്രത്യേക സ്ഥലത്ത്, അതായത് സമ്പത്ത് ലഭിക്കണമെങ്കിൽ എല്ലാ ദിവസവും വീടിൻ്റെ ഉമ്മറപ്പടി വൃത്തിയാക്കി അവിടെ വിളക്ക് തെളിയിക്കണമെന്നാണ് പറയുന്നത്. ഉമ്മറപ്പടിയിൽ വിളക്ക് തെളിയിച്ചാലാണ് സമ്പത്ത് ലഭിക്കുന്നതെന്നാണ് നമുക്ക് വാസ്തുശാസ്ത്രപ്രകാരം പറയുന്നത്. അതനുസരിച്ച് നമ്മൾ വീട്ടിൽ എല്ലാ ദിവസവും വിളക്ക് തെളിയിച്ചാൽ സാമ്പത്തികമായിട്ടുള്ള എല്ലാ ബുദ്ധിമുട്ടുകളും മാറി നമുക്ക് ഒത്തിരി സമാധാനവും ഐശ്വര്യവും ഒക്കെ കിട്ടുവാനായിട്ട് ഇതുവഴി ഇടയാക്കും. ആദ്യമായിട്ടാണ് നിങ്ങൾ എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യാൻ ശ്രമിക്കണേ. അതോടൊപ്പം എൻ്റെ വീഡിയോ കണ്ടിട്ട് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഞാനിടുന്ന ഓരോ വീഡിയോയും നിങ്ങൾക്ക് ലഭിക്കുന്നതിനായിട്ട് ബെല്ലൈക്കൻ കൂടി ഒന്ന് സ്പർശിക്കുക. അടുത്ത ഒരു വീഡിയോയിൽ വരും വരെ നന്ദി, നമസ്കാരം.